ആദ്യത്തെ ഫിത്നയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഫിത്നത്തുൽ റാഇ എന്ന് പറയുന്ന ഫിത്ന സാമ്പത്തികപരമായി, ശാരീരികപരമായി, മാനസികപരമായി തകർച്ച കടന്നു വരുന്നത് അത് ലോകത്തുള്ള സർവർക്കും അത്രേ. അഥവാ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ, ബുദ്ധമതക്കാര്, സിഖ് മതക്കാര്, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ടോ, മതമില്ലാതെ നിരീശ്വരവാദത്തിൽ കഴിയുന്നവരുണ്ടോ, ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകൾ കഴിയുന്ന മാനവാ, നിനക്ക് മുഴുവനും കടന്നു വരുന്നതാണ്, നമുക്കെല്ലാവർക്കും കടന്നു വരുന്ന സംഗതിയാണ്. എന്നാൽ രണ്ടാമത്തെ ഫിത്നയെ തന്നറിയുമോ? വദാലികലിൽ മുഅ്മിനീന ഖാസ, അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്, വിശ്വാസികൾക്ക് മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഹോദരാ, ചെസ് കളിച്ചുകൊണ്ടിരിക്കാതെ, വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കാതെ, ഫേസ്ബുക്കിലേക്ക് തലകുറിച്ചുകൊണ്ടിരിക്കാതെ കാതുകൊടുത്ത് കേൾക്കണേ. ഇതൊരു സാധാരണ വാദമായി കണക്കാക്കരുതേ. ഈ ലോകത്തിന്റെ അവസാനത്തിന് മുമ്പ്, ഈ ലോകം നശിക്കുന്നതിന് മുമ്പ്, ഈ ലോകത്തിന്റെ പര്യവസാനത്തിന് മുമ്പ്, ഈ ലോകത്തിന്റെ അവസ്ഥയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തകൂനു ഫീഹിം ഫിത്നത്തുൻ അമിയാ സമ്മാ. എന്റെ സമുദായം ഇനി കാണുന്നതാകുന്ന ഫിത്നയാ. എന്റെ സമുദായത്തിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക്, പാവപ്പെട്ട വിശ്വാസിനികൾക്ക് അവർക്കിടയിൽ കടന്നു വരാനുള്ള ഫിത്നയാണ്, കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്നയാണ് അവരെ തേടിയെത്താൻ പോകുന്നത്. അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനേ, മുഅ്മിനത്തേ, നീ ധൂർത്തടിക്കരുതേ. കാരണം നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ്, നീ മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, നീ ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്. മുഅ്മിനാരാണ്? മുത്തഖിയാരാണ്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞില്ലയോ, അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, അവിടെ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, അവിടെ റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ പറയുമ്പോ കഫംപുടയിലേക്ക് തന്റെ ഉമിനീര് വിരൽ മുക്കിക്കൊണ്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്. അവിടെ മുൻകരണക്കീരെ കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്, അവിടെ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്, അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും, മഹ്ശറിലേക്ക് കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്. കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിയാളിൽ നരകത്തെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമെന്ന് ഉറപ്പുള്ളവനാണ് മുഅ്മിന്. മീസാൻ എന്ന താസിലേക്ക് നന്മ തിന്മകൾ കൊണ്ടുവന്ന് വെക്കുമെന്ന് ഉറപ്പുള്ളവനത്രേ മുഅ്മിന്. അവനതാ സിറാത്ത് പാലത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുമെന്നുള്ള യാഥാർത്ഥ്യബോധമുള്ളവനാണ്, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, കത്തിജ്വലിക്കുന്ന നരകത്തെ അല്ലാഹു പടച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ്. الذين يؤمنون بالغيب അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന മനുഷ്യ, മരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ, മഹ്ശറയുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ, വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്ന മാനവ, നിന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വലാ തുബദ്ദിർ തബ്ദീറാ, നീ ധൂർത്തടിക്കരുതേ. സ്വന്തം ഭർത്താവ് തനിക്ക് നൽകുന്ന സമ്പത്ത്, എന്റെ പ്രിയപ്പെട്ട വെളുത്തവൺ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദരിമാരെ, ധൂർത്തടിക്കരുതേ. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്ത് നിന്ന് മാസങ്ങൾ നിനക്ക് കൃത്യമായി പണം അയച്ചു തരുമ്പോഴും ആ പണം എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരുപാട് പണമുള്ളവരാണ്, പവറുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധൂർത്തടിക്കരുതേ. എത്ര പണമുള്ളവരായി
ഉള്ളവനായിരുന്നാലും എത്ര പവർ ഉള്ളവനായിരുന്നാലും ഇതാ ഒരു ഫിത്നയിലേക്ക് പോവുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലോകത്തിന്റെ നായകൻ പറയുകയാണ്, തകൂനു ഫീഹിം ഫിത്ന വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത പ്രയാസമാണ്, സാമ്പത്തികപരമായി തകരുന്ന കാഴ്ചയാ എന്റെ സമുദായത്വം കാണാനിരിക്കുന്നത്. അത് കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ. വസ്ത്രത്തിൽ ഒരു ചെറിയ ചുളുക്ക് വന്നതുള്ളൂ, അപ്പോഴേ പറയാം ഇത് മാത്രം നമുക്കിത് പറ്റത്തില്ല അല്ലേ? ശരിയല്ലേ? സഹോദരിമാരുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത? മറക്കപ്പുറമല്ലേ? എന്നാലും ഒരു കാണൂല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ശരിയല്ലേ? ശരിയല്ലേ? അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതെന്താ അവരെ പറയുന്നത്? നമ്മള് പുറകോട്ടാണ്. എത്ര ജോഡി വസ്ത്രമുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? എണ്ണമില്ല ഉസ്താദേ, എണ്ണമില്ല, അത്രത്തോളം വസ്ത്രങ്ങളാണ് നമുക്ക്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്ര ജോഡി വസ്ത്രം, എത്ര ജോഡി വസ്ത്രം, എത്ര ജോഡി കുപ്പായുണ്ട്, എത്ര ജോഡി മുണ്ടുണ്ട്. പാന്റ് ധരിക്കുന്ന ചെറുപ്പക്കാർ ചിന്തിക്കുക, എത്ര ജോഡി ഉണ്ടെന്ന് ചിന്തിച്ചു നോക്ക്. എത്ര ജോഡി ചെരുപ്പുകളാണ് നമുക്കുണ്ട്, ചിന്തിച്ചു നോക്ക്. എത്ര സുഭിക്ഷതയാണ് നമുക്ക്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഏത് ഫിത്ന വരിക, ഫിത്നത്തുൽ വറാ വരിക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഫിത്ന കടന്നു വരാൻ പോലെ, ആ ഫിത്നയെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്, ഫിത്നത്തുൽ വറാ, സർവ്വരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫിത്നയാണ്. സാമ്പത്തികപരമായി പരാധീനത അനുഭവിക്കുക, വളരെ കഷ്ടപ്പാടുകളും ദുരിതത്തിലുമായി ജനങ്ങൾ നീങ്ങുക. അതെപ്പോഴാണ് കടന്നു വരിക? ബഅദ ഫിത്നത്തിൻ സറാ, സുഭിക്ഷതയാകുന്ന ഒരു ഫിത്നയുടെ കാലഘട്ടത്തിന് ശേഷമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് ഈ കാലഘട്ടമല്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ. കാരണം നമുക്ക് നല്ല സുഭിക്ഷതയാണ്, കാര്യങ്ങളൊക്കെ നടന്നു പോവുകയാണ്. ഇങ്ങനെ ഒരു സാമ്പത്തികമാകുന്ന ഖൈറിലും ബറക്കത്തിലും ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വല്ലാതെ കടന്നു വരും. ഇങ്ങനെ കാർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തീരൂല. ഇത് എല്ലാവർക്കും വരികയാണ്. തങ്ങൾ വീണ്ടും പറയുകയാണ്, ജനങ്ങൾ മുഴുവനും ഈ ഫിത്നയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ വിശ്വാസികളും അവിശ്വാസികളും നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാവരും ഈ ഫിത്നയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അവർക്കിടയിലേക്ക് രണ്ടാമത് വീണ്ടും ഒരു ഫിത്ന കടന്നു വരുമേ, ഫിത്ന കടന്നു വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ മുഴുവനും ഇങ്ങനെ ഈ ഫിത്ന ഇങ്ങനെ ഇത് തീരും, ഇത് നാളെ തീരും, മറ്റന്നാൾ തീരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോ ഗ്യാസിന് വില കൂടുന്ന ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ വരികയാണ്. വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, കുത്തനെ ഓരോന്നിനും ഒന്നിനും കുറവ് വരില്ല. കുറവ് വരുമെന്നൊക്കെ ഇങ്ങനെ പറച്ചിലുണ്ടെങ്കിൽ അല്ലാതെ കുറയുന്നില്ല. ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അത് പറയാ സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ജനങ്ങൾ മുഴുവനും വളരെ പ്രയാസത്തിലും വിഷമത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ മുസ്ലിം മക്കള് മാത്രമല്ല ഇതര സമുദായത്തിലെ സഹോദരങ്ങളടക്കം ഈ ഫിത്നയിലൂടെ പോകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ ഫിത്നയിലൂടെ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ സകൂനു ഫീഹിം ഫിത്നത്തുൻ ഉഖറാ, അവർക്കിടയിലേക്ക് രണ്ടാമത് വീണ്ടും ഒരു ഫിത്ന കടന്നു വരികയാണ്. ഫിത്ന കടന്നു വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ഫിത്നയുടെ പേരെന്തെന്നറിയുമോ? ഫിത്നത്തുൻ അംയാഉ സമ്മാ, കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്നയാണ്. മനുഷ്യ മാനവ, നിന്റെ കണ്ണുകളും കാതുമടപ്പിക്കുന്ന ഫിത്ന. അഥവാ മുസ്ലിമീങ്ങൾ കൈകാലിട്ടടിച്ചാലും അവരെ രക്ഷിക്കാൻ ഒരാളും കടന്നു വരികയില്ല. ആദ്യത്തെ ഫിത്നയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഫിത്നത്തുൽ വറാ എന്ന് പറയുന്ന ഫിത്ന സാമ്പത്തികപരമായി, ശാരീരികപരമായി, മാനസികപരമായി തകർച്ച കടന്നു വരുന്നത് അത് ലോകത്തുള്ള സർവർക്കും അത്രേ. അഥവാ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ, ബുദ്ധമതക്കാര്, സിഖ് മതക്കാര്, ഏത് മതത്തിൽ അനുശ്വസിക്കുന്നവരുണ്ടോ, മതമില്ലാതെ നിരീശ്വരവാദത്തിൽ കഴിയുന്നവരുണ്ടോ, ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകൾ കഴിയുന്ന മാനവ, നിനക്ക് മുഴുവനും കടന്നു വരുന്നതാണ്. നമുക്കെല്ലാവർക്കും കടന്നു വരുന്ന സംഗതിയാണ്. എന്നാൽ രണ്ടാമത്തെ ഫിത്ന ഏതെന്നറിയുമോ? വദാലിക ലിൽ മുഅ്മിനീന ഖാസ, അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്, വിശ്വാസികൾക്ക്
മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സഹോദരാ, ചെസ് കളിച്ചുകൊണ്ടിരിക്കാതെ, വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കാതെ, ഫേസ്ബുക്കിലേക്ക് തലകുറിച്ചുകൊണ്ടിരിക്കാതെ കാതുകൊടുത്ത് കേൾക്കണേ, കേൾക്കണേ. ഇതൊരു സാധാരണ വാദായി കണക്കാക്കരുതേ. ഈ ലോകത്തിന്റെ അവസാനത്തിന് മുമ്പ്, ഈ ലോകം നശിക്കുന്നതിന് മുമ്പ്, ഈ ലോകത്തിന്റെ പര്യവസാനത്തിന് മുമ്പ്, ഈ ലോകത്തിന്റെ അവസ്ഥയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തകൂനു ഫീഹിം ഫിത്ന ഫിത്നത്തുൻ അമിയാ സമ്മാ. എന്റെ സമുദായം ഇനി കാണുന്നതാകുന്ന ഫിത്നയാ. എന്റെ സമുദായത്തിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക്, പാവപ്പെട്ട വിശ്വാസിനികൾക്ക് അവർക്കിടയിൽ കടന്നു വരാനുള്ള ഫിത്നയാണ്. കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്നയാണ് അവരെ തേടിയെത്താൻ പോകുന്നത്. എത്രയോ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ, എത്രയോ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചതിന്റെ പേരിൽ ബുദ്ധമതക്കാര് അവരെ നിർദ്ദിഷ്ടമായി കൊന്നുകളഞ്ഞില്ലയോ? രോഹിംഗ്യൻ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മോശപ്പെട്ട രീതിയിൽ കൊന്നുകളഞ്ഞില്ലയോ? വൈറലാകുന്ന വീഡിയോകൾ, ചിത്രങ്ങൾ ഇന്നും യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ജനസഹസ്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? എന്നിട്ട് എന്തുകൊണ്ട് ഒരു UN സഹായിച്ചിട്ടില്ല? എന്തുകൊണ്ട് ഇന്ന് വരെ ഒരാൾ പോലും കടന്നു വന്നില്ല? ഒരൈക്യരാഷ്ട്രസഭ പോലും അവരെ അംഗീകരിച്ചതേയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തന്നെയാണ്, ലോകത്തിന്റെ നായകൻ കാലക്കൂട്ടി പറഞ്ഞത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയല്ലോ. വമാ യതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ റസൂൽ വെറുതെ പറയുകയില്ല, റസൂലുള്ള വെറുതെ ഉച്ചരിക്കുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് നൽകിയാലല്ലാതെ ഒരു വാക്ക് പോലും തന്റെ ജീവിതത്തിൽ അനാവശ്യമായി പറയാത്ത പ്രവാചകൻ, ഒരു ആവശ്യം പോലും തന്റെ ഹൃദയം കൊണ്ട് അനാവശ്യം ചിന്തിക്കുക പോലും ചെയ്യാത്ത പ്രവാചകൻ, ആ പ്രവാചക പുണ്യവന്റെ വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തത്. വഹ്യ് മുഖേന അറിയിച്ചത് മാത്രമേ ആ പ്രവാചകൻ ഇന്ന് വരെ ലോകത്ത് ഉച്ചരിച്ചിട്ടുള്ളൂ. ഉമർ മുസാദ് വെറുതെ പറയുകയല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകം ഒരു സമൂഹം വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫിത്നത്തുൻ അമിയാഉ സമ്മാ. കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്ന മുസ്ലിമീങ്ങൾക്കിടയിൽ കടന്നു വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ സാക്ഷികളാണ്, എത്രയോ നേർസാക്ഷ്യങ്ങളാണ് അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തളങ്ങളിൽ മനോഹരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത്, വിശുദ്ധ ഖുർആൻ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് മദ്രസ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്നതായ പാവപ്പെട്ട റിയാസ് ഉസ്താദിനെ കാസർഗോഡ് പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് മോശപ്പെട്ട ആളുകൾ വന്നുകൊണ്ട് കൊന്നുകളഞ്ഞില്ലയോ? ആരാണവര്? അവർ ഈ ലോകത്തിന്റെ വെളിച്ചമല്ല, അവർ ഈ ലോകത്തിന്റെ ദുശഗുണങ്ങളാണ്, ഈ ലോകത്ത് ഇല്ലാതാക്കപ്പെടേണ്ട വർഗങ്ങളാണ്, മോശപ്പെട്ടതാകുന്ന ആളുകളാണ്. അവർക്ക് തക്കതാകുന്ന ശിക്ഷ ഈ പരിശുദ്ധമാക്കപ്പെട്ട ജനാധിപത്യ രാജ്യത്തിൽ നൽകണമെന്നാണ് വിശ്വാസി സമൂഹമാകുന്ന നമ്മുടെ ലക്ഷ്യവും നമ്മുടെ നീയത്തും. അല്ലാഹുവേ പടച്ച റബ്ബേ, നീ കൊടുക്കണേ അല്ലാ. ആരാണ് പരിശുദ്ധ ദീനിനെതിരെ വടംവലി വെക്കുന്നവര്, പരിശുദ്ധ ശരീഅത്തിനെതിരെ പ്രവർത്തിക്കുന്നവര്, അവരുടെ കുതന്ത്രങ്ങളെ തൊട്ട് ഈ ദീനിനെ നീ കാക്കണേ അല്ലാ. ദീനിന്റെ അഖിലുകാരെ കാക്കണേ അല്ലാ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ദിക്റും ചൊല്ലി തസ്ബീഹാലെ കൈക്ക് പിടിച്ചുകൊണ്ടിരുന്നതായ പാവപ്പെട്ട ആലിമിനെ പോലും പള്ളിയുടെ അകത്തളത്തിൽ കയറി അതിന്റെ പൂട്ട് തകർത്തിട്ട് കൊന്നു കളയാൻ മാത്രമുള്ളതാകുന്ന മോശപ്പെട്ട ദുഷിച്ച ഇരുട്ടിന്റെ വ്യക്തികൾ കടന്നു വന്നിട്ട് പോലും ഈ ലോകത്തൊരു ചെറുവരലക്കാൻ അവരെ കള്ളു കുടിച്ചുകൊണ്ട് അറിയാതെ ചെയ്തു പോയതാണെന്ന് പറയുന്ന മോശപ്പെട്ട സംസ്കാരത്തിലേക്ക് ഈ ലോകം എത്തിപ്പോയില്ലയോ? നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തന്നെയാണ്, ഫിത്നത്തുൻ അമിയാഉ സമ്മാ. കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നകൾ മുസ്ലിമീങ്ങൾക്കെതിരെ വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒന്നേ ഒരു കാര്യമാണ്, മുസ്ലിം മക്കൾ ഈമാനുള്ളതാകുന്ന മക്കളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ മുതൽ പൂർവികർ മുഖേന ഈമാൻ കൈമാറി കിട്ടിയതാകുന്ന നമ്മളെക്കാൾ ആവേശമുള്ളവരാണ് ഈമാൻ പുൽകിയതാകുന്ന പൊതുവിശ്വാസികൾ. കാരണം ഇന്നലെ ജുമാ കഴിഞ്ഞ് ഞാൻ വിനീതനായി
ഖദീജ റൂമിലേക്ക് കയറി ചെല്ലുമ്പോ രണ്ടാം നിലയിലേക്ക് എത്തിയപ്പോ പാവപ്പെട്ട ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹം ഇറങ്ങി വരുകയാണ്, എന്റെ കൈക്ക് പിടിക്കുകയാണ്, എന്നോട് പറയുന്നു, സാദേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് ഇന്നിവിടെ ജുമഅയ്ക്ക് വേണ്ടി വന്നത്. എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടാത്ത അനുഭൂതിയും എനിക്ക് ആസ്വാദനവും സന്തോഷവും അറിവും എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇനി എപ്പോഴും ഞാൻ ജുമഅയ്ക്ക് ഇവിടെ തന്നെയാകുമെന്ന് പറഞ്ഞ ഓച്ചറയിൽ നിന്ന് വന്ന ഒരു ഇതര സമുദായത്തിലെ സഹോദരൻ, അദ്ദേഹം മുസ്ലിമായി അടുത്തിടെ ഒരു പുതുവിശ്വാസിയാണ്, പുതുവിശ്വാസിയാ. അദ്ദേഹത്തിനുള്ള ഈമാൻ പോലും നമുക്ക് ഇല്ലാതായി പോയല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലയോ, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുമ്പോ ഈമാൻ പുൽകിയതാകുന്ന ആളുകളുടെ വിശ്വാസം ഇരട്ടിക്കുകയാണ്. തൗഹീദിന്റെ മന്ത്രോച്ചാരണം ഹൃദയത്തിലേക്ക് ഏറ്റിയവർ ഒരുപക്ഷേ കണ്ണ് കാണാത്തവരായിരിക്കും, ഒരുപക്ഷേ കാത് കേൾക്കാത്തവരായിരിക്കും, പക്ഷെ അവർക്ക് ലിപികൾ മുഖേന അവർ ദീനിലേക്ക് കൂടുതൽ അറിവ് സമ്പാദിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുകയും പരിശുദ്ധമായ ദീൻ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് കടന്നു വന്നതായ എത്രയെത്ര പുതുവിശ്വാസികളാ. ആ പുതുവിശ്വാസികളെ പോലും ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ തടഞ്ഞു വെച്ചില്ലയോ, തടഞ്ഞു വെച്ചില്ലയോ. കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നകൾ എന്റെ സമൂഹത്തിന് കടന്നു വരുമേ, അത് കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം